ഹലോ. നമ്മൾ പെൺപിള്ളേർക്കെല്ലാം ഭയങ്കര ഇഷ്ടമല്ലേ ഒരുങ്ങി നടക്കാനായിട്ട്. അപ്പോൾ ഈ കല്യാണം അങ്ങനെ വലിയ വലിയ ഫങ്ഷൻസൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന ഒന്നാണ് ഫൗണ്ടേഷൻ അല്ലേ. അപ്പോൾ പിന്നെ നമ്മുടെ ചിലവരൊക്കെ ഉണ്ട് പിന്നെ അടുത്ത പരിപാടി അല്ലെങ്കിൽ കല്യാണമൊക്കെ വരുമ്പോഴത് നോക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇനി അടുത്തൊരു പരിപാടി കല്യാണമൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ നോക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ നമ്മുടെ ഫൗണ്ടേഷൻ ഇല്ലായിരിക്കാം, ചിലപ്പോൾ തീർന്നു പോയായിരിക്കാം, ചിലപ്പോൾ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് പോയി വാങ്ങിക്കാൻ പറ്റത്തുമില്ല, പെട്ടെന്ന് കടകളിലൊന്നും പോകാനുള്ള സാഹചര്യമോ അല്ല. അന്ന് ഫൗണ്ടേഷൻ ഇട്ട് ഒരുങ്ങി പോകണം എന്ന് ആഗ്രഹിക്കുന്ന പെൺകുട്ടികളും ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ കേട്ടോ. അപ്പോൾ ഇത് തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ബൗൾ എടുക്കുക, സ്പൂൺ എടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു പാക്കറ്റ് ബ്രൂ മേടിക്കും. 3 രൂപയുടെ ബ്രൂ കിട്ടും, 5 രൂപയുടെ ബ്രൂ കിട്ടും. ഞാൻ 5ൻ്റെ വാങ്ങിച്ചു കേട്ടോ. ഇത് ഫുള്ളും നമ്മൾ ഇടണ്ട. ഈ ബൗളിലേക്ക് നമ്മൾ കുറേശ്ശെ ഒരു തരി ബ്രൂ ഇട്ടാൽ മതി കേട്ടോ. നമ്മൾ ഒരുപാട് സ്റ്റോർ ചെയ്ത് വെക്കുന്നില്ലല്ലോ, ജസ്റ്റ് ആ സമയത്തേക്ക് കേട്ടോ. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് പൗഡറാണ്. അത് നിങ്ങൾക്ക് ഏത് പൗഡർ വേണേലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾ ഏത് പൗഡറാണോ ഉപയോഗിക്കുന്നത് ആ പൗഡർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ ഈ പൗഡർ ആയതുകൊണ്ട് ഞാൻ ആ പൗഡർ യൂസ് ചെയ്തു. പിന്നെ ഏതെങ്കിലും ഒരു മോയ്സ്ചർ ക്രീം നിങ്ങൾ യൂസ് ചെയ്യണം. അതും നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾ ഏതാണോ ഉപയോഗിക്കുന്നത് ആ മോയ്സ്ചർ ക്രീം നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുക. അതും ആ ഒരു ഏകദേശം ഒരു അളവിൽ നിങ്ങളതിലേക്ക് ഇടുക. ബ്രൂവും പൗഡറൊക്കെ ഇട്ടില്ല. പിന്നെ ലേശം കുറച്ച് വെള്ളവും കൂടെ, ഓൾറെഡി ക്രീമിൽ ഇളക്കുമ്പോൾ ഒരു ക്രീമി ആകുമല്ലോ, ഒരു തരി വെള്ളവും കൂടെ അതിലേക്ക് ഒഴിച്ചിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യുക. നല്ലതുപോലെ മിക്സ് ചെയ്യണം. കുറച്ച് സമയം ഒരു 5 മിനിറ്റെങ്കിലും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം കേട്ടോ. അങ്ങനെ മിക്സ് ചെയ്ത് അങ്ങനെ കുറച്ച് നേരം മിക്സ് ചെയ്ത് മതി കേട്ടോ. ഇത് എന്ത് നിസ്സാരം നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഫൗണ്ടേഷൻ റെഡിയാക്കുന്നത് കേട്ടോ. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇത് ഏകദേശം നമ്മൾക്കുണ്ടാവും ഫൗണ്ടേഷൻ്റെ നല്ല അടിപൊളി കളർ കിട്ടും. നല്ല ഫൗണ്ടേഷൻ മോഡൽ കണ്ടോ. ഇതിൻ്റെ ഇച്ചിരി വെള്ളം കൂടിപ്പോയെന്ന് തോന്നുന്നു കേട്ടോ. നിങ്ങളപ്പം അതനുസരിച്ച് ഇടുക കേട്ടോ. അപ്പോഴത്തേ നന്നായിട്ടൊരു ഇതായി കിട്ടി. അപ്പം നമ്മുടെ ഫൗണ്ടേഷൻ റെഡിയായി കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് നോക്കുക കേട്ടോ. ഞാൻ അപ്ലൈ ചെയ്തു. നിങ്ങൾക്കിത് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഞാൻ അപ്ലൈ ചെയ്തിട്ട് ഞാൻ അങ്ങനെ ഫൗണ്ടേഷൻ വലുതായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളല്ല കേട്ടോ. എൻ്റെ കയ്യിലിരുന്ന ബോട്ടിൽ നേരത്തെ ഇരുന്നതാണ്, ഞാനത് യൂസ് ചെയ്യുന്നതേ അല്ല കേട്ടോ. എനിക്ക് അത് കിട്ടിയതാണ്, ഞാനായിട്ട് വാങ്ങിച്ച ഫൗണ്ടേഷൻ അല്ലത്. അപ്പോഴത്തേക്കും അങ്ങനെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരാളല്ല. എനിക്ക് ഫൗണ്ടേഷൻ ഇട്ടിരുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് വരാം ഫേസിൽ കേട്ടോ. ഞാൻ അങ്ങനെ ക്രീമുകളൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല കേട്ടോ. അപ്പോഴത്തേക്ക് ഇത് ഞാൻ തേച്ച് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ, നല്ലതായിരുന്നു കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. നമ്മുടെ വീട്ടിലുള്ള നിസ്സാര സാധനങ്ങളോട് ചെയ്യാമെന്നാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയുള്ള. നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അതുവരേക്കും ടാറ്റ ബൈ. അതോടൊപ്പം ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പം നാളെ കാണാവേ. ടാറ്റ ബൈ.